സ്വർണം കെട്ട കള്ളന്മാരെ പിടിക്കാൻ ഈ UDF അധികാരത്തിൽ വന്ന ശേഷം സ്വർണം കെട്ട കള്ളന്മാരെ അന്ന് പിടിച്ചോളാം. സോണിയാഗാന്ധിനെ പ്രതിയാക്കാനാണ് ഇപ്പോൾ ഇവരുടെ താല്പര്യം. അല്ലാണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രതിയാക്കാനല്ല. എല്ലാവരും സംരക്ഷിക്കുന്നു, കട്ടവരൊക്കെ സംരക്ഷിക്കുന്നു. കക്കാത്തവരെ മാത്രമാണ് സംരക്ഷിക്കുക. ഒരു വിശ്വാസമില്ല. ഈ സംഘത്തിലുള്ള അന്വേഷണം തൃപ്തികരമല്ല എന്ന് മാത്രമല്ല, ഇത് സമ്പൂർണ്ണ പരാജയമാണ്. സർക്കാരാണ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയന്ത്രിക്കുന്നത്. അതല്ലാതെ ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലല്ല ഇപ്പോൾ SIT എന്നുള്ളത്. ഇന്നത്തെ പോറ്റിയുടെ ജാമ്യത്തോടുകൂടെ കാര്യങ്ങൾ വ്യക്തമായി. ഇപ്പോൾ എല്ലാവർക്കും ജാമ്യം ലഭിക്കുക പോക്കുവാണെങ്കിൽ കുറ്റപത്രം ഉണ്ടാവില്ല, തൊണ്ടി മുതൽ കണ്ടെത്തിയിട്ടില്ല, പിന്നെ എങ്ങനെ അന്വേഷണം നടക്കും? അല്ല, ഇപ്പോൾ SITയുടെ പൂർണ്ണമായിട്ടും പിണറായിൻ്റെ കീഴിലാണ്, ഹൈക്കോടതിയുടെ കീഴിലല്ല. അതുകൊണ്ട് നീതി കിട്ടില്ല. സ്വർണം കെട്ട കള്ളന്മാരെ പിടിക്കാൻ ഈ UDF അധികാരത്തിൽ വന്ന ശേഷം സ്വർണം കെട്ട കള്ളന്മാരെ അന്ന് പിടിച്ചോളാം. പ്രതിപക്ഷത്തിന് സർട്ടിഫിക്കറ്റ് തരാൻ മന്ത്രിമാർ വേണ്ട. കാരണം സോണിയാഗാന്ധിനെ പ്രതിയാക്കാനാണ് ഇപ്പോൾ ഇവരുടെ താല്പര്യം. അല്ലാണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രതിയാക്കാനല്ല. സോണിയാഗാന്ധിനെ പറ്റുമെന്നാണ് നോക്കുന്നത്. പ്രതിപക്ഷ നേതാവാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ സംസാരിക്കുക. ഞങ്ങളുടെ കൂട്ടത്തിൽ ആര് സംസാരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചോളാം. ഒരു മടിയില്ല. കാരണം ചർച്ച ചെയ്തതിനല്ലേ പറയും. അന്വേഷണം തൃപ്തികരമാണ്, ഹൈക്കോടതി നല്ല കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇതല്ലേ പറയാനുള്ളത്. അത് കേൾക്കേണ്ട ആവശ്യമില്ല. പ്രതിപക്ഷ നേതാവിനെയാണ് ഇന്ന് ഓതറൈസ് ചെയ്തത്. അതുകൊണ്ടാണ് പ്രതിപക്ഷത്തിൻ്റെ ഇടയിൽ ഒരു തർക്കവുമില്ല. എല്ലാവരും സംരക്ഷിക്കുന്നു, കട്ടവരൊക്കെ സംരക്ഷിക്കുന്നു. കക്കാത്തവരെ മാത്രമാണ് സംരക്ഷിക്കുക. ഒരു വിശ്വാസവും ഇല്ല. അതിന് നോക്കാം, ആലോചിക്കാം. UDF ആലോചിക്കും.